നമസ്കാരം. ആർദ്രയുടെ മരണത്തിൽ അമിതാഭിന്റെ അമ്മ സദീറയ്ക്കും പങ്കുണ്ടെന്ന് ആർദ്രയുടെ അച്ഛൻ രാജഗോപാലൻ നായർ മറുനാടൻ ടിവിക്ക് നൽകിയ അഭിമുഖത്തിലാണ് ആർദ്രയുടെ മരണവുമായി ബന്ധപ്പെട്ട വിവാദ വെളിപ്പെടുത്തലുകൾ അദ്ദേഹം നടത്തിയത്. ആർദ്രയുടെയും വിശാഖിന്റെയും മരണങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അഴിക്കുള്ളിലാണ് ആർദ്രയുടെ പ്രതിശ്രുത വരൻ അമിതാഭ്. ആർദ്ര തൂങ്ങി മരിക്കാൻ ശ്രമിച്ചോ അതോ ആ മരണം ഒരു കൊലപാതകമാണോ എന്നതിനെക്കുറിച്ച് തങ്ങൾക്ക് അറിയില്ല. അമിതാഭിന്റെ അമ്മ സദീറയുമായി ആർദ്ര നടത്തിയ ഫോൺ സംഭാഷണം ഈ ആർദ്രയുടെ മരണത്തിൽ ഒരു പ്രധാന കാരണമാണ്. ഇതുകൊണ്ട് തന്നെയാണ് ആർദ്രയുടെ മരണത്തിൽ അമിതാഭിന്റെ അമ്മയ്ക്ക് പങ്കുണ്ടെന്ന് രാജഗോപാലൻ നായർ ആരോപിക്കുന്നത്. ഞങ്ങൾ ഈ കല്യാണം ആലോചിച്ച് വന്നതിന് ശേഷം പല സമയത്തും ഈ കുട്ടിയെ പല സ്ഥലത്തേക്കും വിളിപ്പിക്കുമ്പം ഞാനുണ്ട്, അവൻ്റെ അമ്മയായ ഞാനുണ്ടെന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് പലയിടത്തും ട്രാപ്പിലാക്കിയിട്ടുണ്ടെന്നുള്ളൊരു സത്യം നമുക്ക് ഇപ്പോഴാണ് മനസ്സിലായിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ കല്യാണം ആലോചിച്ച് ഡേറ്റ് പറയാൻ വേണ്ടിയിട്ട് അവരുടെ വീട്ടിൽ പോയപ്പോഴത്തേക്ക് അവർ പറഞ്ഞത് ആർദ്രയ്ക്ക് താലി മാത്രമേ ഇല്ലെന്നുള്ളതുള്ളൂ, ബാക്കിയെല്ലാം ഇവിടെ കഴിയുന്നുണ്ട് എന്ന് പറഞ്ഞ് അവരുടെ സപ്പോർട്ടിലാണ് ഇതല്ല. എനിക്ക് ചെറുതിലേ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എൻ്റെ മക്കൾക്ക് ഞാൻ സാധിച്ചു കൊടുക്കുന്നു എന്ന് വ്യക്തമായിട്ട് അവർ പറഞ്ഞു. എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് എനിക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ സാധിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളെ അവർ മുറിയിൽ എന്ത് സൗകര്യം ഒരുക്കി കൊടുക്കാൻ റെഡിയായിട്ട് ചെയ്തു എന്നുള്ളതാണ് അതിനെ വ്യക്തമാക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ മകനേക്കാളും കൂടുതൽ ഇൻവോൾവ് ആയിട്ടുള്ളത് അമ്മ തന്നെയാണെന്നുള്ളത് വ്യക്തമായ അവരുടെ മറുപടിയിൽ നിന്നും അവരുടെ മറ്റ് ഫോട്ടോകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവസാനം അവൾ മരിച്ചു എന്ന് പറയുന്നത് എനിക്ക് കഴിയില്ല, പക്ഷേ എങ്കിലും മരിച്ചു എന്ന് പറയുന്നതിന് മുമ്പ് 3 മിനിറ്റോ 4 മിനിറ്റോ അമ്മയുമായിട്ട് സംസാരിച്ചിട്ടുള്ള രേഖയുണ്ട് ഫോണിൽ. അതിന് കാരണക്കാരി അവരാണെന്ന് തന്നെയാണ് ഞങ്ങൾ ശരിക്കും തീരുമാനിച്ചിരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് ദുരൂഹതകളുണ്ട് ആ ഫോൺ കാളിൽ. അതിന് ശേഷമാണ് അവൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ പിന്നെ അവർ തന്നെയാണ് ഇതിന് കാരണക്കാരി എന്ന് പറയാതിരിക്കാൻ ഒരു ന്യായവുമില്ല. ആർദ്രയുടെ മരണത്തെ തുടർന്നുള്ള അന്വേഷണം നിർവീര്യമാക്കാൻ പോലീസും ശ്രമിച്ചിട്ടുണ്ടെന്ന് കുടുംബം പറയുന്നു. ആർദ്ര തൂങ്ങി മരിച്ചതല്ല, ആശുപത്രിയിൽ കൊണ്ടുപോയി പിറ്റേ ദിവസമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ച് ആർദ്ര മരിക്കുന്നത്. അവിടെ എന്ത് സംഭവിച്ചു എന്ന് തങ്ങൾക്കറിയില്ലെന്നും കുടുംബം പറയുന്നു. ഞങ്ങൾ പല ഓഫീസുകളിൽ പലതവണ കയറി ഇറങ്ങുമ്പോഴും ഉദയൻ സാറിൻ്റെ മകനാണ്, ഉദയൻ ചേട്ടൻ്റെ മകനാണെന്ന് പല പോലീസുകാരുടെ വായിൽ നിന്ന് വീഴുന്നത് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അവർ അമിതാഭിൻ്റെ അച്ഛൻ്റെ സ്വാധീനം ഉണ്ടായിട്ട് പല രീതിയിലും ഇതിനെ കേസിനെ വളരെ പിന്നോട്ട് കൊണ്ടുപോകാൻ നോക്കിയിട്ടുണ്ടെന്നുള്ളത് വ്യക്തമായിട്ട് അറിയാം. ആ സംസാരത്തിൽ നിന്ന് തന്നെ പ്രതി ആയ അമിതാഭിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ കളക്ട് ചെയ്യാൻ അവർ ശ്രമിച്ചിട്ടില്ല. പെൺകുട്ടി മരണമടഞ്ഞ കുട്ടിയുടെ വീട്ടിൽ നിന്ന് അന്ന് തന്നെ ഫോൺ കളക്ട് ചെയ്ത് കൊണ്ടുപോയിട്ട് 5-6 ദിവസം കഴിഞ്ഞിട്ടും ഏതോ ഒരു ഫോണാണ് പകരം വാങ്ങി വെച്ചിരിക്കുന്നത്. അപ്പം അതിനകത്തുള്ള സിമ്മും അല്ലെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡും അല്ല എവിടെ പോയി എന്നറിയില്ല. അതിനകത്ത് തന്നെ വളരെ വ്യക്തമായിട്ട് ഇവരുടെ മരണകാരണങ്ങളോ അല്ലെങ്കിൽ ഇവൻ കൊലപാതകം ചെയ്തതാണോ ഇല്ലെന്നുള്ളത് നമുക്കറിയാൻ പറ്റും. അത് നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് വേറൊരു തെളിവാണ്. പോലീസിൻ്റെ സൈഡിൽ നിന്നും വളരെ താഴ്ന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റം ഉണ്ടായിരിക്കുന്നത്. മരണസമയത്ത് ആർദ്രയും അമിതാഭും ഉണ്ടായിരുന്നു. അത് രണ്ടാമത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവനിവിടെ ഉള്ളപ്പോഴത്തേക്ക് അവൾ മരിച്ചിട്ടില്ല. അവൾ മരിച്ചു നിന്നിരുന്നുവെങ്കിൽ അവൻ ഇതിനകത്ത് ഇൻവോൾവ്മെൻ്റ് അല്ല. അവൾ ജീവനോട് ഇരിക്കുന്നു, അവൻ ഒറ്റയ്ക്കാണ് ഇവിടെ ഉണ്ടായിരുന്നു. എപ്പോൾ വന്നു എന്തു ചെയ്തെന്ന് ആർക്കും അറിയില്ല. നമുക്ക് കേസ് ഷീറ്റിനകത്ത് പോയിസൺ ചെന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഡോക്ടർമാരെ ഞങ്ങളെ വളരെ നേരം ഇട്ട് വിരട്ടുകയും ദേഷ്യപ്പെടുകയും ചെയ്തു. പോസ്റ്റ്മോർട്ടത്തിനകത്ത് അവസാനം പോസ്റ്റ്മോർട്ടം വന്നപ്പോഴത്തേക്കും അതിനകത്ത് പോയിസണേ ഇല്ല എന്നുള്ള വന്നിട്ടുണ്ട്. ഇതിനകത്ത് എന്തൊക്കെയോ വളരെ നല്ല കളികൾ കളിച്ചിട്ടുണ്ട്, രാഷ്ട്രീയ സ്വാധീനമോ എന്ത് വെച്ചിട്ടാണെങ്കിലും. കാരണം കേസ് ഷീറ്റിനകത്ത് ഫിറിഡാനെന്ന് അവസാനം ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഷീറ്റ് ഞങ്ങൾ റെക്കോർഡ് എടുത്തു വെച്ചിട്ടുണ്ട്. അവസാനം കിട്ടിയ പോസ്റ്റ്മോർട്ടം എടുത്തിട്ടുണ്ട്. ഇത് രണ്ടിലും വ്യത്യസ്തമായ റെക്കോർഡ്സാണുള്ളത്. അപ്പോൾ ഇതിനകത്ത് എന്തോ നല്ല രീതിയിലുള്ള സ്വാധീനം ചെലുത്തി അത് തിരുത്തിയിട്ടുണ്ടെന്നുള്ളത് വ്യക്തമാണ്. മാനസിക രോഗിയാക്കി മകനെ രക്ഷിച്ചെടുക്കാനാണ് അമിതാഭിന്റെ അമ്മയുടെ ശ്രമമെന്നും ആർദ്രയുടെ കുടുംബം ആരോപിക്കുന്നു. കേസ് ഷീറ്റിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ആർദ്രയുടെ ബോഡി, ജീവനുള്ള ബോഡി തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഡോക്ടർമാർ വന്ന് അച്ഛനെയും അമ്മയെയും ചേച്ചിയുടെ ഭർത്താവിനെ എല്ലാം വരട്ടി ശക്തമായിട്ട് പറഞ്ഞു, കുട്ടിയുടെ ഉള്ളിൽ പോയിസണാണ് പോയിട്ട്, എന്ത് പോയിസൺ കഴിച്ചു നിങ്ങൾ പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ട്രീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ വീട്ടിൽ ഫിറിഡാനില്ല, അല്ലെങ്കിൽ അതുപോലുള്ള ഒരു പോയിസൻ്റെ യാതൊരു സാധനവുമില്ല. എൻ്റെ മൂത്ത മോളും എല്ലാവരും വീട്ടിൻ്റെ അകത്തും പുറത്തും എല്ലാം നോക്കി സിറിഞ്ചോ അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും ഒരു സാധനമോ അവിടെ ആ ഭാഗത്തില്ലായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഇപ്പോഴും ഒരു ദുരൂഹത തന്നെയാണ്. പോയിസൺ ഉണ്ട് എന്ന് ട്രീറ്റ്മെൻറ്റ് ഷീറ്റിലുണ്ട്.
ലാസ്റ്റ് പോസ്റ്റ്മോർട്ടം വന്നിട്ട് ഹാങ്ങിങ് ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഒന്നുകിൽ ഇത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഡോക്ടേഴ്സിന് അറിവില്ലാതെ ട്രീറ്റ് ചെയ്തതായിരിക്കണം, അതല്ലെന്നുണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്തത് തെറ്റായിരിക്കും, അല്ലെങ്കിൽ സ്വാധീനിച്ചായിരിക്കും. ഇതിൽ മൂന്നിലേതെങ്കിലും ഒന്ന് ഉണ്ടായിരിക്കണം. അത് കൊടുത്തേ വെക്കുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് റിപ്പോർട്ട് രണ്ട് രീതിയിലാണ് വന്നിരിക്കുന്നത്. ഒന്നിൽ ഫുരിഡാൻ എന്നുണ്ട്, വ്യക്തമായിട്ട് നമ്മുടെ കയ്യിലുണ്ടത്. അടുത്തതിൽ ഹാങ്ങിങ് ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതിനിടയിൽ എന്ത് കളി നടന്നു ഒരു അറിയണ്ടേ നമുക്കത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.